പ്ലസ് ടുവിന് ശേഷം മിക്ക സ്റ്റുഡൻസും പെട്ടെന്ന് ജോലി കിട്ടുന്ന നല്ല ഡിമാൻഡുള്ള ഹെൽത്ത് കെയർ കരിയറിനെ കുറിച്ചിട്ട് അന്വേഷിക്കാറുണ്ട്. അവർക്കെല്ലാവർക്കും വരുന്നൊരു ഓപ്ഷനാണ് BSc ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. എന്നാൽ 2025 ഈ ഒരു കരിയർ നല്ല ഓപ്ഷനാണോ? സ്കോപ്പുകളൊക്കെ എന്തായിരിക്കും? ഇന്ത്യയിലും എബ്രോഡുള്ള സാലറി എന്തായിരിക്കും? ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. പേഷ്യൻസിന് റൈറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി എല്ലാ ഹോസ്പിറ്റൽസും ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സും ക്ലിനിക്സും കംപ്ലീറ്റ്ലി റിലൈ ചെയ്യുന്നത് ലാബ് ടെസ്റ്റുകളാണ്. ഒരു മെഡിക്കൽ ഡിസിഷൻ മേക്കിങ്ങിന് അനിവാര്യമായതാണ് ബ്ലഡ് ടെസ്റ്റ്, ബയോപ്സീസ്, പാത്തോളജി, മൈക്രോബയോളജി ഒക്കെ. ഇന്ത്യയിലും എബ്രോഡിലും മെഡിക്കൽ ടൂറിസവും ലൈഫ് സ്റ്റൈൽ ഡിസീസസും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചേഴ്സും എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ട് സ്കിൽഡ് ആയിട്ടുള്ള ലാബ് ടെക്നോളജിസ്റ്റുകളുടെ ഡിമാൻഡ് ഓരോ വർഷം ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് മീൻസ് BSc MLT graduates can work not just in hospitals but also in independent lab, research facilities, public health programs and also in biotech companies. ഈ ഒരു ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ നിങ്ങൾ തിയറി മാത്രമല്ല പഠിക്കുന്നത്, യു വിൽ ഓൾസോ ഹാവ് എ റിയൽ ലാബ് എക്സ്പീരിയൻസ്. ചില സ്റ്റുഡൻസ് വിചാരിച്ചിരിക്കുന്നത് ലാബിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് സാമ്പിൾ എടുത്ത് മെഷീനിൽ വെക്കാന്നാണ്. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് എ ഹൈലി ടെക്നിക്കൽ ആൻഡ് എ റെസ്പോൺസിബിൾ ജോബ്. അപ്പോൾ നിങ്ങളൊരു മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് നമുക്കിപ്പോൾ നോക്കാം. ആദ്യം പേഷ്യൻസിന്റെ സാമ്പിൾസ് കളക്ട് ചെയ്യണം. ദിസ് മൈറ്റ് ബി ബ്ലഡ്, യൂറിൻ, സ്റ്റൂൾ ഓർ എനിത്തിങ് എൽസ്. അതിനുശേഷം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യണം. ദെൻ ലാബ് എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ടെസ്റ്റ് റിസൾട്ട് അനലൈസ് ചെയ്ത് അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഡോക്ടേഴ്സിന് കൊടുക്കാനുള്ള റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. സേഫ്റ്റി പ്രോട്ടോകോൾസ് അനുസരിച്ച് ഹസാർഡസ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണം. എന്നിവയൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ്. ഇതെല്ലാം നന്നായി ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിക്കുമ്പോൾ പാത്തോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, ബ്ലഡ് ബാങ്കിങ് ആൻഡ് മോളിക്കുലർ ഡയഗ്നോസ്റ്റിക്സ് ഒക്കെ നിങ്ങൾ കവർ ചെയ്യും. പിന്നെ നിങ്ങളുടെ സ്കില്ലും കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി യു വിൽ ഹാവ് എ പ്ലെന്റി ഓഫ് സൂപ്പർവൈസ്ഡ് ലാബ് അവേഴ്സ്. ഈ ഒരു കോഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് 3 to 4 years വരും. അപ്പോൾ ഇന്ത്യയിലും എബ്രോഡിലും നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ഫ്രഷ് ഗ്രാജുവേറ്റ്സ് ഒരു വർഷം 2 to 4 lakhs വരെ ഏൺ ചെയ്യും. ഇനി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും റോളിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഏൺ 6 to 8 lakhs per year ഇൻ ടോപ്പ് ഹോസ്പിറ്റൽസ് ആൻഡ് റിസർച്ച് ലാബ്സ്. ഇനി എബ്രോഡിലാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ യു ക്യാൻ ഏൺ 15 to 25 lakhs per year. ഇനി ഓസ്ട്രേലിയൻ, കാനഡയിലും ഒക്കെ ലൈസൻസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് 30 to 40 lakhs വരെ ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഹൈ സാലറി ലഭിക്കണമെങ്കിൽ യു ഷുഡ് സ്പെഷ്യലൈസ് ഇൻ some high demand areas like molecular diagnostics, cytogenetics and histopathology. And second one, you should get certified in advanced lab techniques. And if you're planning to work abroad, start preparing your licensing during your college days. മിക്ക MLT ഗ്രാജുവേറ്റ്സ് ഫേസ് ചെയ്തൊരു ഇഷ്യൂ ആണ്, പഠിച്ച കോളേജിന് പ്രോപ്പർ ആയിട്ടുള്ള ലാബ് ഫെസിലിറ്റിയോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പാർട്ട്ണർഷിപ്പോ ഇല്ല. ഇപ്പോൾ അവർക്കൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ, എന്നാൽ പ്രാക്ടിക്കൽ സ്കിൽസ് ഇല്ല. അതുകൊണ്ട് നല്ലൊരു സ്ഥലത്ത് അവർക്ക് പ്ലേസ്ഡ് ആവാൻ സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോഴ്സിനെ പറ്റി കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേത്, ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് സയൻസ് യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവൽ ആ കോളേജിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഫുള്ളി എക്യുപ്പൈഡ് ലബോറട്ടറി വിത്ത് മോഡേൺ ഡയഗ്നോസ്റ്റിക് മെഷീൻസ് ഉണ്ടോ എന്ന് ഉറപ്പാക്കുക. സ്വന്തമായിട്ടോ അല്ലെങ്കിൽ പാർട്ട്നർഡ് ഹോസ്പിറ്റൽസ് ആ കോളേജിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലി, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആ കോളേജ് പ്രൊവൈഡ് ഉണ്ടോ എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. പ്ലസ് ടുവിന് ശേഷം റൈറ്റ് കോഴ്സ് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഇറ്റ് വിൽ ഷേപ്പ് യുവർ കരിയർ ആൻഡ് യുവർ ഫ്യൂച്ചർ ഇൻകം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് കൂടുതൽ ഇൻഫോർമേഷൻസ് വേണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ അറ്റ് ദിസ് നമ്പർ. ഐ വിൽ ഗൈഡ് യു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇനി നിങ്ങൾക്ക് ടോപ്പ് എലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ ഏതാണെന്ന് അറിയണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.